അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മൂന്നാമതും വരുമോ? ട്രംപ് അധികാരം ഏറ്റെടുത്തിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ഇതിനോടകം തന്നെ നിരവധി തവണ ഉയർന്നിട്ടുള്ള ചോദ്യമാണ് ട്രംപിനൊരു മൂന്നാം ടേം ഉണ്ടാകുമോ എന്നത്. അത് ട്രംപിന്റെ തന്നെ ആഗ്രഹമാണ്. ട്രംപ് തന്നെ ആ ചോദ്യങ്ങളിലേക്ക് നയിപ്പിക്കുന്നതാണ്. ആ ചോദ്യം ഇങ്ങനെ ട്രംപ് സജീവമാക്കി നിർത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ഉയർന്നതെന്ന് ചോദിച്ചാൽ, മൂന്നാം ടേം ഉണ്ടാകും എന്നതിൻ്റെ സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയാണ്. അതൊരു AI ചിത്രം ഉപയോഗിച്ചാണ് ട്രംപ് അത്തരമൊരു സന്ദേശം പുറത്തേക്ക് വിടുന്നത്. 2028 ട്രംപ് എന്ന ബോർഡുമായി നിൽക്കുന്ന ട്രംപിൻ്റെ ഒരു ഫോട്ടോ ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടായ ട്രൂത്തിൽ കൊടുത്തതോടുകൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വീണ്ടും സജീവമാകുന്നത്. ട്രംപ് 2028 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു AI ചിത്രമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാധ്യത അദ്ദേഹം തള്ളുന്നില്ല. എപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാലും അദ്ദേഹം ആ സാധ്യത തള്ളിയിട്ടില്ല. ട്രംപ് വീണ്ടും മത്സരിക്കുന്നത് പരിഗണിക്കണമെന്ന് വാദിക്കുന്നവരിൽ ഒരാളാണ് വൈറ്റ് ഹൗസിൻ്റെ മുൻ തന്ത്രജ്ഞനായ സ്റ്റീവ് ബാനർ. അപ്പോൾ ഈ സ്റ്റീവ് ബാനർ കഴിഞ്ഞ ഒരു തവണ ട്രംപിന് മൂന്നാം തവണയും മത്സരിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പറയുന്നു. ആ പോഡ്കാസ്റ്റിനെ കുറിച്ച് ട്രംപിനോട് ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ US ഭരണഘടന അനുസരിച്ച് 2 ടേമേ ഒരു പ്രസിഡന്റിന് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ ട്രംപ് അത് തള്ളാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് ഒരു ഘട്ടത്തിലും ഇതിൻ്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കാണണം. തനിക്ക് വീണ്ടും പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എക്കാലത്തെയും വലിയ പിന്തുണയും തനിക്കുണ്ട്. മൂന്നാമതും പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യം വരുമ്പോൾ പിന്തുണയൊക്കെയുണ്ട്, ആഗ്രഹവുമുണ്ട്, പക്ഷേ ഇല്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മൂന്നാം തവണയും മത്സരിക്കണമെന്ന ഈ സ്റ്റീവ് ബാനറിൻ്റെ നിർദ്ദേശത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അതിൻ്റെ സാധ്യത അദ്ദേഹം പൂർണ്ണമായും തള്ളിയിട്ടില്ല. പക്ഷേ ഭരണഘടന അനുവദിക്കുന്നില്ലല്ലോ എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുകയും മാത്രവുമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും മറ്റ് നേതാക്കൾ ഉണ്ട്, ധാരാളം പേർ കഴിവുറ്റവരുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയുമാണ് കഴിഞ്ഞ തവണ ഈ സ്റ്റീവ് ബാനറിൻ്റെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ചെയ്തിരുന്നത്. അപ്പോൾ അത് JD വാൻസ് ആണ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മാർക്കോ റൂബിയോ, ഇവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആകാൻ പറ്റുന്ന നിരവധി പേരുണ്ട് എന്ന് പറഞ്ഞ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ഒപ്പം തന്നെ മത്സരിക്കാൻ അല്ലെങ്കിൽ തനിക്ക് മൂന്നാമതും വരാൻ ആഗ്രഹമുണ്ട് എന്ന് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 തവണയിൽ കൂടുതൽ അധികാരത്തിൽ വരിക എന്നത് അമേരിക്കൻ ഭരണഘടന അനുവദിക്കുന്നതല്ല. അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ട്രംപിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം തന്നെ ആവർത്തിച്ചത് പ്രകടിപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ആ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ട്രംപ് തന്നെ ഈ മൂന്നാം തവണയും ട്രംപ് എന്നതിൻ്റെ ക്യാപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് കൊടുക്കുകയും അത്തരമൊരു ചർച്ച ഉയർത്തിവിടുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങൾ പല വിധത്തിൽ ട്രംപ് പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഈ AI ചിത്രം. 2028 തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന പ്രചാരണം നേരത്തെയും ചോദ്യങ്ങളായി വരുമ്പോൾ ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. നിയമപരമായി അതിന് കഴിയുമെങ്കിലും മത്സരിക്കില്ല എന്ന് ട്രംപ് പറയുകയാണ്. അത് നല്ല നീക്കമല്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നതൊക്കെയാണ് ട്രംപ് കാരണമായി പറഞ്ഞത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്നാം തവണ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് മെയ് മാസത്തിൽ ഈ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഈ തടസ്സം ഭരണഘടന തന്നെയാണ്. അതുകൊണ്ടാണ് ട്രംപ് ആവർത്തിച്ച് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. US ഭരണഘടനയുടെ 22ാം ഭേദഗതി അനുസരിച്ച് ഒരാൾക്ക് 2 തവണയിലധികം പ്രസിഡന്റ് ആകാൻ കഴിയില്ല. ട്രംപ് ആദ്യമായി 2017 പ്രസിഡന്റ് ആകുന്നു. പിന്നീട് ഇത് ട്രംപിൻ്റെ 2ാം ടേമാണ്. US ഭരണഘടനയുടെ 22ാം ഭേദഗതി 1951 പ്രാബല്യത്തിൽ വന്നത്. ഒരാളെയും 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ ഈ ഭരണഘടന പ്രകാരം നടക്കില്ല. അതുകൊണ്ട് ഇനി ഭരണഘടന ഭേദഗതി ചെയ്ത് ട്രംപ് അത്തരമൊരു നീക്കം നടത്തുമോ എന്ന ഒരു സംശയം കൂടി ഉയരുകയാണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അമേരിക്കയിൽ 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക വ്യക്തി. 32ാമത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 4 ടേം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് 1933 മുതൽ 1945 മരിക്കുന്നത് വരെ അദ്ദേഹം പ്രസിഡന്റായി തുടർന്നിരുന്നു. അതിനുശേഷം 2 ടേമിൽ കൂടുതൽ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ആ ചരിത്രം
ട്രംപ് മറികടക്കുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. അതിനൊരു ഭരണഘടനാ ഭേദഗതി പോലെയുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ട്രംപിനെയാണ് വിശ്വസിക്കാൻ പറ്റില്ല, എന്തും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആവർത്തിച്ച് ഈ സന്ദേശം ട്രംപ് നൽകുന്നത് അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കണം. ട്രംപ് അനുകൂലികളെ കൊണ്ട് തന്നെ ട്രംപ് ഇക്കാര്യങ്ങൾ ചർച്ചയാക്കിക്കുന്നുണ്ട്. തന്നെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേരുണ്ട്, തനിക്കിപ്പോഴും വലിയ പിന്തുണയുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുന്നത് ആ ലക്ഷ്യം വെച്ചാണോ എന്ന സംശയമാണ് വരുന്നത്. അതേസമയം ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ ഉൾപ്പെടെ ഉയരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. എന്തായാലും ട്രംപിന്റെ മനസ്സിലിരിപ്പാണ് ഈ ചിത്രത്തിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്.